പൂർണ്ണമായിട്ട് തൃപ്തയല്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, അപ്പോൾ അബ്ദുൾ റഹീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായിട്ട്. റഹീമെ, ഇപ്പോൾ ഉമാ തോമസ് MLA പ്രതികരണം നമ്മൾ കേട്ടു. നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ ഇന്നലെ വിധി വരുന്ന ദിവസം രാവിലെ ഉമാ തോമസ് MLA പ്രതികരണം കേട്ടപ്പോഴും അതിജീവിതയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. എനിക്ക് ടെൻഷനാണ്, പൂർണ്ണ വിശ്വാസം എന്തായിരിക്കും വരിക എന്നറിയില്ല, ടെൻഷനാണ് എന്ന് അതിജീവിത പറഞ്ഞതായിട്ട് ഉമാ തോമസ് MLA തന്നെയാണ് നമ്മളോടൊക്കെയും പറഞ്ഞത്. ഇന്നലെ വിധി വന്നു, വിധി നമ്മളെല്ലാം കണ്ടതുമാണ്. ഇപ്പോൾ MLA പറയുന്ന അനുസരിച്ച് എന്താണ്? അത് തന്നെയാണ്. കാരണം ഇന്നലെ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്നതിന് മുൻപ് ഉമാ തോമസിന്റെ പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ തേടിയിരുന്നതാണ്. ആ സമയത്ത് ഉമാ തോമസ് വ്യക്തമായി പറഞ്ഞു, ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ തനിക്കൊരു ആശങ്ക ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചപ്പോൾ നടിയും ആ തരത്തിൽ തന്നെയാണ്, ചേച്ചി തനിക്ക് ഈ വിഷയത്തിൽ എന്താകും എന്ന് ഇതിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നടിയും പറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോ ആ വിഷയത്തിലാണ് വീണ്ടും ഉമാ തോമസിന്റെ ഒരു പ്രതികരണം വന്നിട്ടിരുന്നത്. അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം. എന്നും താൻ അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദിലീപ് ഇന്നലെ ഈ വിധി വന്നതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു. മഞ്ജു വാര്യരുടെ ഒരു മൊഴിയാണ് തന്നിലേക്ക് ഈ തരത്തിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളതായിരുന്നു. അതിൽ ഗൂഢാലോചന എന്നത് തനിക്കെതിരെ നടന്നു എന്നുള്ളതായിരുന്നു. ദിലീപിന്റേത് വളച്ചൊടിക്കലാണെന്ന്, അതായത് ആ വിഷയത്തിലുള്ള ഉമാ തോമസിന്റെ പ്രതികരണം ദിലീപിന്റെ പരാമർശം ഈ കേസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളച്ചൊടിക്കലിലേക്കാണ് നീങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്കറിയാം PT തോമസിന്റെ ഒരു ഇടപെടൽ അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി ഉണ്ടായത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. ശരി, അപ്പോൾ ഉമാ തോമസ് MLA പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് MLA രാവിലെ വോട്ടിന് എത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷമുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ പറയുകയായിരുന്നു.